പ്രിയമുള്ളവരെ, തപസ് കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. ലത്താരെ സൺഡേ എന്നാണ് ഈ ഞായറാഴ്ചയെ വിളിക്കപ്പെടുക. അതായത് സന്തോഷത്തിൻ്റെ ഞായർ. റിജോയ്സ്, യു ഓൾവേസ് റിജോയ്സ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 10-11 വാക്യത്തിൽ പറയുന്നുണ്ട്, ജെറുസലേമെ സന്തോഷിച്ചാലും അവളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുവിൻ. ദുഃഖത്തിലായിരുന്നു നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, അങ്ങനെ നിങ്ങൾ ആർത്തുല്ലസിക്കുവിനെന്നും നമ്മെ ഓർമ്മിപ്പിക്കും. നോൻപുകാലത്തിന് ഇടയിൽ ഒരു സന്തോഷത്തിൻ്റെ ഞായർ. ദുഃഖിച്ച് കഴിയേണ്ടവരല്ല ക്രിസ്ത്യാനികളെന്നും സന്തോഷത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു നിറവിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണമെന്നും നമ്മെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനായി ദൈവം മനുഷ്യനുമായി രമ്യപ്പെട്ടതിൻ്റെ ഓർമ്മ. ദൈവം നമ്മെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിൻ്റെ ഓർമ്മയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്. ദൈവത്തിൻ്റെ ആ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. തീഷ്ണമായ വിശ്വാസം ഉള്ള ഒരു ജനത ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് അവിടത്തിൽ സന്തോഷത്തിൽ നിലനിൽക്കുന്നു. ആ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്ന് നമ്മെ ഓർക്കും. 1-ാമത്തെ ജോഷുവയുടെ പുസ്തകത്തിൽ ദൈവജനം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച പെസഹ ആഘോഷിച്ചു. ദൈവം അവരെ എങ്ങനെ സംരക്ഷിച്ചുവെന്നും പരിപാലിച്ചുവെന്നും അങ്ങനെ വാഗ്ദാന നാട്ടിൽ എത്തിച്ചുവെന്നും അവരോർത്തുകൊണ്ട് അവർ പെസഹ ആഘോഷിക്കുന്നു. പെസഹായുടെ സന്തോഷം നമുക്കും ഉണ്ടാകണം. ഇത് കർത്താവ് ഇത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാകൂവെന്നും അങ്ങനെ അവിടുത്തെ പുകഴ്ത്തി സ്തുതിച്ച് ആ തിരുനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് ഈ സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുക. പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം ക്രിസ്തു വഴി നമ്മെ അവിടത്തോട് രമ്യപ്പെടുത്തി. പുതിയത് കഴിഞ്ഞു, പഴയത് കടന്നുപോയി. നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ രമ്യതയുടെ നിറവിലേക്ക് നമ്മെ ഓരോരുത്തരും ക്രിസ്തു തൻ്റെ കുരിശുമരണം വഴിയായി കൂട്ടിക്കൊണ്ടുപോയി. ആ ക്രിസ്തു നാമത്തിൽ നമ്മളെല്ലാവരും ഒന്നായി തീർന്നുവെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കണ്ട അവിടെ നൽകിയ സന്തോഷത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് കഴിയാം. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയാണ് സുവിശേഷത്തിൽ നമ്മളോട് സംസാരിക്കുക. ധൂർത്തനായ ഒരു മകൻ, സ്നേഹത്തിൽ ധൂർത്തനായൊരു പിതാവ്, അസൂയയിൽ ധൂർത്തനായ ഒരു മൂത്ത മകൻ. ഇളയ മകൻ പിതാവിനോട് ചോദിക്കുകയാണ്, എനിക്ക് നിൻ്റെ സ്വത്തിൽ എൻ്റെ ഓഹരി ഇഞ്ഞ് തന്നേക്കുക. സാധാരണയായിട്ട് അവസാന നാളുകളിൽ പിതാവ് തൻ്റെ മക്കൾക്ക് വിൽപത്രം എഴുതി നൽകാറുണ്ട്. അതായത് പിതാവ് മരിക്കുന്നു അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുമ്പോഴാണ് തൻ്റെ സ്വത്ത് പലപ്പോഴും മക്കൾക്ക് എഴുതി നൽകുക. ഈ മകന് പിതാവ് മരിച്ചതുപോലെയാണ്. പിതാവിൽ നിന്ന് അവൻ അകലുന്നു. അന്നുവരെ പിതാവ് തൻ്റെ മക്കൾക്ക് കൂടി തരുന്ന സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പിതാവ് മരിച്ചവനാണെന്നും തനിക്ക് സ്വത്തും സുഖവും സന്തോഷവും അടിച്ചുപൊളിയും സുഹൃത്തുക്കളുമാണ് ഏറ്റവും വലുതെന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. കുടുംബത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകലുമ്പോൾ ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിക്കും. എൻ്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്, നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്. നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ ദൈവം നൽകുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെയാണ് പലപ്പോഴും നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത്. അവൻ പന്നിക്കൂട്ടിൽ പന്നി പോലും അവനെ തിന്നാൻ പോലും കൊടുക്കാതെ പന്നികൾ അവനെ അസഹ്യപ്പെടുത്തുമ്പോൾ
അവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. പന്നി യഹൂദർക്ക് നികൃഷ്ടമായ ഒരു കാര്യമാണ്, നരകത്തിന് തുല്യമാണ്. അവൻ പന്നിക്കുഴി എന്ന് പറയുമ്പോൾ അവൻ പിതാവിൻ്റെ സ്നേഹത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോയി എന്നാണ് കാണാൻ കഴിയുക. ഈ നരകത്തിലേന്നുകൊണ്ട് പന്നിക്കൂടിനെ കുമ്പസാരക്കൂട്ടാക്കിക്കൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തെ അവൻ ഓർക്കുകയും ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സകലതും നശിപ്പിച്ച പിതാവിൽ നകന്നുപോയ മകൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തെ നമ്മളിവിടെ ഓർക്കാതിരിക്കുവാൻ സാധ്യമല്ല. നമുക്ക് ജീവനും ജീവിതവും തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് പിതാവ്. ധൂർത്തൻ എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹം നൽകി കാനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നിട്ടും ദൈവത്തെ മനസ്സിലാക്കുവാനോ സ്വീകരിക്കുവാനോ കഴിയാതെ ദൈവത്തെ വെല്ലുവിളിച്ച പരിസേരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പൂർണ്ണമായിട്ടും അവരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം, അവരുടെ തിരിച്ചുവരവിനായിട്ട് ആഗ്രഹിക്കുന്ന ആ ദൈവം, അതാണ് പിതാവായ ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയും. അകലെ ആയിരിക്കുമ്പോൾ തന്നെ അകറ്റി നിർത്തിക്കൊണ്ടുപോയ മകനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന പിതാവ്, കാലിൽ ചെരുപ്പും കയ്യിൽ മോതിരവും പുതിയ വസ്ത്രവും വലിയ വിരുന്നുമൊരുക്കി അവനെ സ്വീകരിക്കുന്ന പിതാവ് ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് മാറും. മൂന്നാമതൊരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്, നിയമജ്ഞർ. എല്ലാ നിയമവും വള്ളിപുള്ളി തെറ്റിക്കാതെ ജീവിച്ചവർ, നിയമം തെറ്റിച്ചവരെ സ്വീകരിക്കുന്നതിൽ അസ്വസ്ഥപ്പെടുന്നവർ, താൻ പിതാവിൻ്റെ